യേശു പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെക്കാളുപരി അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ മറ്റൊരു ഇന്റൻഷനും ഇല്ലാതെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ നിന്റെ ചരിത്രത്തെ ഇന്ന് പകൽ തിരുത്തി എഴുതാൻ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ, മനുഷ്യനെ ഏറ്റവും സ്നേഹിച്ചു. ഒരു പരീശൻ എഴുന്നേറ്റ് നിന്നിട്ട് യേശുവിനോട് ചോദിച്ചു, മാസ്റ്റർ, ഗുരു, ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ മുറിവേൽപ്പിച്ചു, അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തു, അവനെ അർദ്ധപ്രാണനായി അവർ വഴിയരികിൽ ഇട്ടിട്ടുപോയി. അതുവഴിയായി പുരോഹിതൻ വന്നു, വഴിമാറിക്കടന്നുപോയി. ലേവ്യൻ വന്നു, വഴിമാറിക്കടന്നുപോയി. എന്നാൽ ഒരു ശമര്യനോ അതുവഴി വന്നിട്ട് അവനെ എടുത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി വാഹനമൃഗത്തിൽ കയറ്റി വഴി അമ്പലത്തിൽ കൊണ്ടുചെന്ന് അവന് രക്ഷ ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ് അവിടെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾക്കറിയാമോ, ഈ ഒരൊറ്റ വാക്യം മതി നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകാൻ. ഒത്തിരി ഒന്നും പഠിക്കണമെന്നില്ല, ഒത്തിരി ഒന്നും പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ഈ ഒരൊറ്റ വാക്യം ഇസ്രായേൽ മക്കൾ തെറ്റിച്ചതാണ് ആ 30 ലക്ഷത്തിലധികം വരുന്ന ക്രൗഡ്, ആ ജനം, ആ കൂട്ടം എത്താൻ കഴിയാതെ പോയത്. അവർക്കെങ്ങും എത്താൻ കഴിയാതെ പോയതിന്റെ റീസൺ, ദ തിങ് ഈസ്, ഈ വചനത്തെ, ഈ വാക്യത്തെ അവർ വിസ്മരിച്ചു കളഞ്ഞതാണ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും കൂടെ സ്നേഹിക്കണം എന്നുള്ള വചനത്തെ മറന്നിട്ട് ദൈവത്തെക്കാൾ അധികമായി ഭൗതിക നന്മകളെ സ്നേഹിച്ചു. ആ ടെസ്റ്റിൽ, ആ ടെസ്റ്റ് പേപ്പറിൽ, ആ എക്സാമിനേഷനിൽ ഇവരെല്ലാം എഴുതി തോറ്റു. എന്നാൽ ഇതേ എക്സാമിനേഷൻ ദൈവം അബ്രഹാമിനിട്ടു. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ അബ്രഹാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിന്റെ ഏക മകനെ നീ എനിക്ക് യാഗമായി തരണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. നമുക്കറിയാം, 100 വർഷം, 100ാമത്തെ വർഷം ലഭിക്കുന്ന പുത്രനാണ് ഐസക്. ലാഫ്റ്റർ, ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക്. 25 വർഷത്തെ കാത്തിരിപ്പാണ്. അബ്രഹാം പ്രോമിസ് കേൾക്കുന്നത് 75ാമത്തെ വയസ്സിലാണ്. 75ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൂതൻ പറയുന്നത്, നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന്. ആ പ്രോമിസ് ഫുൾഫിൽ ആകുന്നത് 25 വർഷം കഴിഞ്ഞാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലും തലയിലും വെച്ചുകൊണ്ട് നടക്കുന്ന തറേ വെക്കാത്ത കൊച്ച്. അത്ര സ്നേഹം. ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞ് താലോലിക്കുന്നു, കളിപ്പിക്കുന്നു, ചിരിക്കുന്നു, ഭയങ്കര സന്തോഷം. ഈ ഒരു ടൈമിൽ ദൈവം പറയുകയാണ്, നിന്റെ മകനെ നീ എനിക്ക് യാഗമായി തരണം. അവിടെ ദൈവം ഇട്ട പരീക്ഷ, നിന്റെ കുഞ്ഞിനെയാണോ നീ സ്നേഹിക്കുന്നത് അതോ എന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയണം. ആ പരീക്ഷ അബ്രഹാം എഴുതി ജയിച്ചു. ആ എക്സാം അബ്രഹാം എഴുതി ജയിച്ചു. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, സാറേക്കാൾ അധികം അബ്രഹാം എന്നെ സ്നേഹിക്കുന്നു. ഇസഹാക്കിനേക്കാൾ അധികം അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു. തൻ്റെ എല്ലാറ്റിനേക്കാളും അധികം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം പറഞ്ഞു, ബാലന്റെ മേളിൽ നീ കൈവെക്കണ്ട, കത്തി വെക്കണ്ട, ആട്ടുകൊറ്റനെ ദേ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നീ മലമുകളിൽ കയറി വന്നതുപോലെ അല്ല താഴോട്ട് നീ ഇറങ്ങി പോകാൻ പോകുന്നത്. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി
മാറ്റാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറയത്തക്ക നിലകളിൽ ദൈവം അബ്രഹാമിനെ ഒരു ചരിത്രമാക്കി, ഒരു രാജ്യമാക്കി, ഒരു ജനതയുടെ ഫാദർ ഓഫ് ദ നേഷൻ, ഒരു ജനതയുടെ പിതാവാക്കി എൻ്റെ ദൈവം മാറ്റി. ഇന്ന് പകൽ ദൈവത്തെ നീ യഥാർത്ഥമായി സ്നേഹിച്ചാൽ, ഇതാ യഥാർത്ഥമായി എൻ്റെ അപ്പനേക്കാൾ അധികം, എൻ്റെ അമ്മയേക്കാൾ അധികം, എൻ്റെ ഭാര്യയേക്കാൾ അധികം, എൻ്റെ പണത്തെക്കാൾ അധികം, എൻ്റെ പദവികളെക്കാൾ അധികം യേശു പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ മറ്റൊരു ഇൻറ്റൻഷനും ഇല്ലാതെ ഇന്ന് ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഡാഡി, ഐ ലവ് യു അപ്പാ, എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ നിന്റെ ചരിത്രത്തെ ഇന്ന് പകൽ തിരുത്തി എഴുതാൻ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്.